ദുഷ്ടനായ കുറുക്കന് കിട്ടിയ ശിക്ഷയെക്കുറിച്ചാണ് അടുത്ത കഥ. കുട്ടനും മുട്ടനും. ഒരു കാട്ടിനടുത്തുള്ള ഗ്രാമത്തിൽ കുട്ടനെന്നും മുട്ടനെന്നും പേരുള്ള 2 മുട്ടനാടുകൾ ഉണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവർ. കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ ജംബുകൻ എന്ന കുറുക്കൻ ഒരു ദിവസം അവരെ കണ്ടു. കൊഴുത്ത് തുടുത്ത അവയുടെ ശരീരം കണ്ട് അവന്റെ നാവിൽ വെള്ളമൂറി. ആട്ടിൻ മാംസത്തിന്റെ രുചി ഓർത്ത് അവൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവയെ ഒരുമിച്ചാക്രമിക്കാനുള്ള ആരോഗ്യം തനിക്കില്ല. അവയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ് താൻ. ജംബുകൻ തല പുകഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു വഴി പരീക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. ഇവയെ തമ്മിലകറ്റി കാര്യം നേടാം. കുട്ടൻ വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് പോയപ്പോൾ അവൻ മുട്ടനെ സമീപിച്ചു. മുട്ട, നിന്നോടെനിക്ക് സ്വകാര്യമായി ചിലത് പറയാനുണ്ട്. എന്നോടോ? മുട്ട, നിന്നെ വളരെ നാളായി ഞാൻ കാണുന്നു. നീ അതീവ ശക്തിമാനാണ്, ഒരുപക്ഷെ കുട്ടനേക്കാളും. ശക്തിയുണ്ടെന്ന് നെഗളിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കണം. അതെന്തിന്? നീ ശക്തിമാനാണെന്ന് കണ്ടാൽ വനദേവത നിന്നിൽ പ്രസാദിക്കും. അജയ്യമായ ശക്തി നിനക്ക് വരമായി ലഭിക്കും. എന്നാൽ നിനക്കൊരു പക്ഷേ രാജ്യഭാരം തന്നെ കിട്ടിയേക്കാം. വെറുതെ കളിച്ചു നടന്ന് ജീവിതം പാഴാക്കരുത്. നീ പറയുന്നത് സത്യമാണോ? ശക്തി തെളിയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറുക്കന് സന്തോഷമായി. തന്റെ വിദ്യ ഫലിക്കുന്നുണ്ട്. മുട്ട, നീ കുട്ടനെ പോരിന് വിളിക്കണം. അവനെ തോൽപ്പിച്ച് നിന്റെ ശക്തി തെളിയിക്കണം. ജംബുകൻ ഇത്രയും പറഞ്ഞ് നേരെ തടാകത്തിലേക്ക് പോയി. മുട്ടനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ കുട്ടനോടും അവൻ പറഞ്ഞു. മുട്ടനെ പോരിന് വിളിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. കുറുക്കന്റെ വിദ്യ ഫലിച്ചു. ജംബുകൻ ഇതൊക്കെ കണ്ട് രസിച്ച് ദൂരെ അങ്ങനെ ഇരുന്നു. എന്നാൽ ചോര വാർന്നു വീഴുന്നത് കണ്ടപ്പോൾ അവന് കൊതി സഹിച്ചില്ല. ചൂട് ചോര നക്കിക്കുടിക്കാൻ അവൻ ആടുകളുടെ ഇടയിലേക്ക് ആർത്തിയോടെ ഓടിച്ചെന്നു. നോക്കണേ, ദുഷ്ടന് കിട്ടിയ ശിക്ഷ.